വീണ്ടും ഒരു ഞായറാഴ്ച പകൽക്കാലം ഒരു ഓൺലൈൻ മീറ്റിംഗായി നമ്മൾ പലയിടങ്ങളിലായിരിക്കുന്നുവെങ്കിലും ഒരുമനപ്പെട്ട് കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ കാലങ്ങളിൽ നമ്മൾ ഏറ്റവും അധികമായി യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ചും ഭൂകമ്പങ്ങളെക്കുറിച്ചും മഹാമാരികളെക്കുറിച്ചും നമ്മൾ കേൾക്കുന്നു. ഇത് വിളിച്ചറിയിക്കുന്നത് നമ്മുടെ നാഥൻ്റെ വരവ് ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. വെളിപാട് പുസ്തകം 16:15 പറഞ്ഞിരിക്കുന്ന പോലെ, ഇതാ ഞാൻ കള്ളനെ പോലെ വരുന്നു. തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായിരിക്കാതിരിക്കേണ്ടതിന് തൻ്റെ വസ്ത്രം കാത്തുകൊള്ളുന്നവൻ ഭാഗ്യവാൻ. നമ്മുടെ വിശുദ്ധിയും നമ്മുടെ വിശ്വാസവും നമുക്ക് ദൈവത്തിലുള്ള വിളിയും തിരഞ്ഞെടുപ്പും ഒക്കെയും ഉറപ്പിക്കേണ്ട ഒരു കാലമാണത്. അതുകൊണ്ട് നമുക്ക് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കേണ്ടതിന് ദൈവത്തിലുള്ള ഉറപ്പ് നമുക്ക് പ്രാപിക്കാം. ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കേണ്ടതിനായി നമ്മുടെ പാസ്റ്റർ പ്രിയ A.T. ജോസഫ് പാസ്റ്റർ ക്ഷണിക്കുന്നു. അതിനുശേഷമായി കൊയർ മുന്നോട്ട് കടന്നു വന്ന് വർഷിപ്പ് സെഷൻ ലീഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ ദൈവജനത്തിനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഓൺലൈനായിട്ട് നമുക്ക് പല സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം അവസരം നൽകിയല്ലോ. ഇന്നത്തെ സഭായോഗം എല്ലാ നിലയിലും അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ആരംഭിക്കാം. അത്യുന്നതനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ ഓമനപുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ വിശുദ്ധ ദിവസവും ദൈവത്തെ ആരാധിക്കുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കി തന്ന സന്ദർഭത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ ചില ആഴ്ചകളായി ദേശത്ത് ലോകത്തിൽ ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ അനർത്ഥത്തിൻ്റെ മഹാമാരി, വിഷവൈറസിൻ്റെ പ്രശ്നങ്ങൾ, ആക്രമണങ്ങൾ, ലക്ഷക്കണക്കിന് ജനം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കർത്താവേ, ഞങ്ങൾ ലോകസമാധാനത്തിന് വേണ്ടി, ലോകത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പാപം വിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ, കർത്താവിലൂടെയുള്ളതായ സൗഖ്യത്തിൻ്റെ ശക്തി അനുഭവിപ്പാൻ ദൈവം സഹായിക്കണമേ. ദൈവമേ, ഈ പ്രത്യേക കാലയളവ് നിന്റെ ജനത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുതേ. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ദൈവത്തിൻ്റെ കൃപ, ആത്മശക്തിയുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ സഹായിക്കണമേ. സഭയിലെ എല്ലാ ദൈവജനത്തിനായിട്ട് സ്തോത്രം. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ജോലി ചെയ്യുന്നവർക്കായി, വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽഗാന ശുശ്രൂഷയെ, വചന ശുശ്രൂഷയെ കർത്താവെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ലീഡ് ചെയ്യുന്ന ദൈവദാസനെ, ഗാനങ്ങൾ ആലപിക്കുന്നവരെ, വചനം ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാരെ, സഭയുടെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. ആദ്യവസാനം പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളെ ഭരിച്ചു നടത്തണമേ. പ്രാർത്ഥന യാചന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.
യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുന്നേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുന്നേ. പെറ്റ കള്ളക്കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കായുന്ന വാർത്തയാ, പെറ്റ കള്ളക്കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കായുന്ന വാർത്തയാ. താഴ്ത്തി എന്നെ തൽക്കരത്തിൽ വെച്ചു ജീവപാതയെന്നും ഓടും ഞാൻ, താഴ്ത്തി എന്നെ തൽക്കരത്തിൽ വെച്ചു ജീവപാതയെന്നും ഓടും ഞാൻ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുന്നേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുന്നേ. ഭൂമി എന്നും പോയി സാക്ഷി ചൊല്ലുവിൻ എന്ന് വെച്ച കൽപ്പനയതാ, ഭൂമി എന്നും പോയി സാക്ഷി ചൊല്ലുവിൻ എന്ന് വെച്ച കൽപ്പനയതാ. ദേഹത്തെ എല്ലാം ഒന്ന് ചേർന്നു പ്രിയനായി വേല ചെയ്യും ഞാൻ, ദേഹത്തെ എല്ലാം ഒന്ന് ചേർന്നു പ്രിയനായി വേല ചെയ്യും ഞാൻ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുന്നേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുന്നേ. യോർദാൻ സമവനശോധനയിലും താഴ്വീണു പോകാതെ, യോർദാൻ സമവനശോധനയിലും താഴ്വീണു പോകാതെ, ആത്മജയധ്വനിയോടെ കാത്തുപാലിക്കുന്ന സ്നേഹമാശ്രയം, ആത്മജയധ്വനിയോടെ കാത്തുപാലിക്കുന്ന സ്നേഹമാശ്രയം. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുന്നേ, 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 എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുന്നേ. യേശുമാറാത്തവൻ, 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 ഹായ് എത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ.
സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോനിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈശോനിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, സ്നേഹമാശ്ചര്യമേ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, സ്നേഹമാശ്ചര്യമേ. എന്നെങ്കിലും എന്നകത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. എന്നെങ്കിലും എന്നകത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. രോഗശ്രേയയിലെനിക്കു സഹായകൻ, യാത്രാലഗീതവും അവൻ. രോഗശ്രേയയിലെനിക്കു സഹായകൻ, യാത്രാലഗീതവും അവൻ. വല്ലവൈദ്യനും ദിവ്യൗഷധവുമേ, ആത്മസഖിയും അവൻ തന്നെ. വല്ലവൈദ്യനും ദിവ്യൗഷധവുമേ, ആത്മസഖിയും അവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്കു അവകാശം ഞാൻ പ്രാപിപ്പാൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്കു അവകാശം ഞാൻ പ്രാപിപ്പാൻ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. സിയോനിൽ വാഴിടുവാനായി യേശുവിന്റെ ശ്രേഷ്ഠോപദേശം വന്നു. സിയോനിൽ വാഴിടുവാനായി യേശുവിന്റെ ശ്രേഷ്ഠോപദേശം വന്നു. അത്ഭുതം ഇവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നും തുള്ളുന്നേ. അത്ഭുതം ഇവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നും തുള്ളുന്നേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോനിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈശോനിൽ
സമാധാനത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ.
നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ദൈവം നമുക്കിടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് നാം പ്രാർത്ഥനയ്ക്കുള്ള സമയത്തെ വേർതിരിക്കുന്നു. സഹോദരിമാരുടെ ഭാഗത്തു നിന്ന് സിസ്റ്റർ സ്റ്റിൻസിയും സഹോദരന്മാരുടെ ഭാഗത്തു നിന്ന് ബ്രദർ അലക്സും പ്രാർത്ഥനയെ നമ്മളെ സഹായിക്കുന്നതാണ്. 1 യോഹന്നാൻ 5:14 പറഞ്ഞിരിക്കുന്ന പോലെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നാം എന്ത് പ്രാർത്ഥിച്ചാലും നമ്മുടെ അപേക്ഷ ദൈവം കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് ദൈവത്തിലുള്ള ഉറപ്പാണ്. ആ കോൺഫിഡൻസിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നാട്ടിലായിരിക്കുന്ന ദൈവദാസൻ A.T. ജോസഫ് പാസ്റ്റർക്കും കുടുംബത്തിനായും നമ്മളിവിടെയുള്ള ഓരോ കുടുംബങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഈ കോവിഡിൻ്റെ ഈ പ്രതിസന്ധി നിറഞ്ഞ കാലങ്ങളൊക്കെയും വേഗം പോയിട്ട് നമ്മുടെ ആലയത്തിൽ നമുക്ക് മടങ്ങിച്ചെന്ന് ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കേണ്ടതിന് ദൈവം നമുക്ക് വേഗം സമയങ്ങൾ ഒരുക്കേണ്ടതിന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് ശേഷം സങ്കീർത്തനത്തിൽ നിന്ന് പ്രബോധിപ്പിക്കുന്നത് ബ്രദർ ജോ ആണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം സഹോദരനെയും അതിനെ ക്ഷണിക്കുന്നു. നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നല്ലവനും പരിശുദ്ധനുമായ ദൈവമേ കർത്താവേ, ഈ നല്ലൊരു ഞായറാഴ്ച പൽക്കാലം അങ്ങേ ആരാധിക്കുവാൻ തന്നിരിക്കുന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു നാഥ. ഭൂമിയും അതിൻ്റെ ഭൂമണ്ഡലങ്ങളും അതിലെ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചവനായ ദൈവമേ, അങ്ങേ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ ഞങ്ങളെ മക്കളും അവകാശികളുമാക്കി തീർത്തിരിക്കുന്ന വലിയ ദയക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഈ ഞായറാഴ്ച കാലം കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ആരാധനയോടെ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ തെറ്റുകളോ കുറവുകളോ കണക്കിടരുതേ കർത്താവെ. യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങൾ അവിടെ ഇവിടങ്ങളിൽ ഭവനങ്ങളിലായിരിക്കുമ്പോൾ ഒരു മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ കൃപയും സാന്നിധ്യവും ഞങ്ങളുടെ മധ്യേ ഇറങ്ങി വരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന നാഥ. ദൈവമേ, ഞങ്ങൾ കർത്താവെ ഞങ്ങളുടെ ദേവദാസനെയും നാട്ടിലായിരിക്കും ഞങ്ങളുടെ ദേവദാസനെയും കുടുംബത്തെയും പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവെ വചന ശുശ്രൂഷയ്ക്കായി എഴുന്നേൽക്കുന്ന ദേവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾക്ക് ആവശ്യമുള്ള വചനങ്ങൾ കർത്താവെ നീ അവരുടെ നാവിന്മേൽ പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന നാഥ. ദൈവമേ, വചനങ്ങൾ കേട്ട് കർത്താവെ ഞങ്ങൾ അലസതയോടെ ആയിരിക്കുവാനല്ല, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവെ അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നല്ലൊരു പാട്ട് കർത്താവെ, നല്ലൊരു ആരാധന ഇന്ന് നീ ഞങ്ങൾക്ക് ദാനമായി തരുന്ന വലിയ ദയക്കായി സ്തോത്രം ചെയ്യുന്ന നാഥ. ഞങ്ങൾ കർത്താവെ നീ ആയിരിക്കുന്ന ദേശം ഓസ്ട്രേലിയക്കായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾ ഭാരതത്തിനായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ കർത്താവെ, ബന്ധുമിത്രാദികൾ ചർച്ചക്കാരായിരിക്കുന്ന ദേശം കർത്താവെ, കൊറോണ എന്ന മഹാവ്യാധിയിൽ അത് പടർന്നു പിടിക്കുമ്പോൾ നീ അവരെ കർത്താവെ നിന്റെ ചിറകടിയിൽ കാത്ത് പരിപാലിക്കുന്ന വലിയ ദയക്കായി സ്തോത്രം ചെയ്യുന്ന നാഥ. ഞങ്ങളുടെ ഇടയിലും കർത്താവെ ദേശത്തും ഞങ്ങളുടെ അനേക സഹോദരവർഗ്ഗങ്ങൾ കർത്താവെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അവരെയും കർത്താവെ നിന്റെ ചിറകടിയിൽ കാത്തു പരിപാലിക്കുന്ന വലിയ ദയക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ മഹാവ്യാധിയിൽ കർത്താവെ സങ്കടം അനുഭവിക്കുന്ന, വേർപാടിന്റെ ദുഃഖം അനുഭവിക്കുന്ന, നഷ്ടങ്ങൾ അനുഭവിക്കുന്ന കർത്താവെ അനേക വ്യക്തികളുണ്ടല്ലോ കർത്താവെ. നിന്റെ സമാധാനം കർത്താവെ നീ അവർക്ക് പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന നാഥ. ഞങ്ങൾ സഭയോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സഭയുടെ ഇതര സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നാഥ. സൺഡേ സ്കൂളിനായി പ്രാർത്ഥിക്കുന്നു. വരുന്ന ആഴ്ചകളിൽ കർത്താവെ നടക്കുന്ന എക്സാമിനായി എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, ഇന്നത്തെ ദിവസം കർത്താവെ ഞങ്ങൾക്ക് വീണ്ടും നല്ലൊരു ആരാധന കർത്താവെ തരുന്നതിനായി സ്തോത്രം. ആദിയോടന്തം അങ്ങയുടെ കൃപയും സാന്നിധ്യവും കർത്താവെ ഞങ്ങളുടെ ആരാധനയിൽ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന നാഥ. സകല യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കേട്ട് ഉത്തരവരണമേ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളോട് സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നപ്പാ. കർത്താവ്, ഇതുപോലെ കാലം നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ നീ ഞങ്ങളെ സഹായിച്ച നിന്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവ്. ഹല്ലേലൂയ. ഇതുപോലെ കാലം കർത്താവ് ഞങ്ങളെല്ലാവരെയും ഓൺലൈൻ മാധ്യമത്തിൽ കൂടെ കൂട്ടിവരുത്തിയതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു കർത്താവ്. ഇന്നത്തെ ആരാധന ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ കർത്താവ്. നിനക്ക് കൊടുക്കേണ്ട മഹത്വം ഞങ്ങൾ കർത്താവ് ഹല്ലേലൂയ കൊടുപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ഞങ്ങൾക്ക് കൃപ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങൾ സഭയായും ഒന്നിച്ച് നിന്റെ സന്നിധികളായിരിപ്പോൾ ഞങ്ങളോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യണമോ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ ജീവിതത്തിലെ കുറവശങ്ങളെയും തെറ്റുകുറ്റങ്ങളെയും എല്ലാം നീ ക്ഷമിക്കുമാറാകണമേ. കൽവരി ചൊരിഞ്ഞ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുമാറാകണമോ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഏറെ ദൈവഭയത്തോട് നിന്റെ സന്നിധികളായിരിക്കാൻ ഞങ്ങളെ സഹായിച്ചാട്ട് കർത്താവ്. കർത്താവ് ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നപ്പാ. അനുഗ്രഹിക്കുമാറാകണമോ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കർത്തദാസന്മാരെ നീ ബലപ്പെടുത്തണമേ.
ശുശ്രൂഷിപ്പാൻ അവരെ അധികാരപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവ് ഹല്ലേലൂയ പ്രാർത്ഥനയോടെ കർത്താവ് ഹല്ലേലൂയ ആയിരിക്കാൻ നിങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് സംസാരിക്കുക ഇടപെടുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ നീ സഹായിക്കണമേ. ഞങ്ങളെല്ലാം ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ്. അവരെല്ലാം ദൈവകൃപയെ വളരുവാൻ നീ അവരെ സഹായിച്ചാട്ട് കർത്താവ്. രോഗത്താൽ ഭാരത്താൽ പ്രയാസപ്പെടുന്ന ആരെങ്കിലും നിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നു എങ്കിൽ കർത്താവ് നീ അവിടുന്ന് സൗഖ്യം കൊടുക്കുമാറാകണമേ, വിടിവിക്കുമാറാകണമേ. അനേകർ കഷ്ടത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്നല്ലോ അപ്പാ, നിന്റെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. നിന്റെ സൗഖ്യം നീ അവർക്കെല്ലാം കൊടുക്കുകയും നീ അവരെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ കർത്താവ്. ഈ പ്രതികൂല സാഹചര്യങ്ങളിലെ കർത്താവ് ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവ് ക്രിസ്തുവിനോട് ഓരോ ദിവസവും അടുത്ത് വരുവാനും കർത്താവ് നിന്റെ നാമത്തിന് വേണ്ടി കർത്താവ് പ്രയോജനപ്പെടുവാൻ ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കണമേ. ഓരോ ദിവസം നിന്നിൽ വളരുവാൻ കൃപ തരണമേ. ദിവസനിധി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. വചനം ധ്യാനിപ്പാൻ നിങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങൾ അല്പസമയം നിന്റെ സന്നിധിയിലിരിക്കുമ്പോൾ ഞങ്ങളോട് സംസാരിക്കുക ഇടപെടുകയും ചെയ്യണമേ. പ്രാർത്ഥനയോടെ സ്തോത്രം ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. Good morning, church. Praise the Lord. Hallelujah. I thank God for giving me another opportunity to come in front of you all. And it's a nice platform where everyone in their personal space can listen to the word of God in their own house with their family members. Thank you all. I also pray for the people who are behind the screens who are working this to happen. May God bless them abundantly. In today, the Psalms is actually from Psalm 14, verses 1 to 2. I repeat, Psalms 14, verses 1 to 2. The fool has said in his heart, there is no God. They are corrupt, they have done repulsive and unspeakable deeds. There is no one who does good. The Lord has looked down from heaven upon the children of men to see if there are any who understand, who seek God. The first verse actually speaks about this fool has said in his heart, there is no God. It reminds me of Job chapter 2, verse 19, where Job has lost his kids, his all property, and he was in an utter state, a state wherein nobody likes to be. At that time, his wife said, "You are still holding to your blameless and righteousness. Why don't you just curse your God and die?" And then Job said, "You're talking like a foolish woman." I fully agree with Job. A state wherein a person says there is no God, a person who has reached to the situations who confirm and acknowledges that there is no God is considered as fool. Psalms 10:4 also says, all this wickedness arises from a common factor, that is pride. Pride is accompanied by arrogance, and then all the wickedness of the world will be attached to it. You don't need to learn them. It gets attached to you as a magnet. These the works of unspeakable deeds. In Proverbs 6, verse 16 to 17 speaks about some of the repulsive things which God hates. Let me read that. The 6 things the Lord hates, indeed 7 are abomination to him. The first one is a proud look, the spirit that makes one overestimate himself and underestimate others. The proud look. It is a source of everything. Your arrogance, your angriness, everything is attached to this one. I still remember when a new member, say for example, if a person is coming from any other state or just migrated from India, they reach to a place wherein they don't have anything, their needs are not met. They're working, they're praying to God. They will be there in every prayer meeting, every fasting meeting. You name any meeting and they will always be there. Because God blesses them, and that's how a believer should be. But over the period of time, when the brother or sister receives job, when the needs are met, there's slowly time to shirk away from the responsibility to being a believer. In the name of I have got a job, I have got job constraints. That really puts you a situation like, are we getting
a little bit getting a pride, because I believe pride is actually a spirit which comes even without your knowledge. And that's the first spirit that attacks you, followed by arrogance. We never know when the pride comes within us. We underestimate people because of their financial status. We underestimate people because of their education qualification. We underestimate people because they don't know how to speak English. We underestimate people just saying that they came from somewhere else to a Pentecostal belief background. We underestimate people for many reasons. And the higher realm is physical violence. Because the anger, everything is attached. It's just like a magnet. It just gets attacked. Because you have to hold to your one pride. And the pride, when you start maintaining that, the rest of the wickedness starts attaching it to it like a magnet. You yourself don't know what you're doing. Praise the Lord. Hallelujah. Let's review our spiritual needs. Let's review our spiritual status, where we are. But there is hope in Christ. I'm not here to tell what is exactly about the proud look, but I'm here to tell you how we can able to remove this proud look. Bible speaks about not to underestimate others, but also it tells about you have to consider others better than you. You are insignificant in front of them. Because the more you do it, the pride will not even come close to you. Hence, you will be safe. I consider the Bible, the instruction, the precepts very much helping me personally to just remove some of these ones. It's very hard. It's not a one-day time or it's a quick procession. It's a continual process. Let's move forward. It says about the second one is a lying tongue. I don't know when I started lying. When my son started lying. But yes, this is one of the problems which our Lord hates. The root cause of lying is fear. Fear of losing something. If I don't lie, I will be beaten. If I don't tell about the marks, that's what my son does. The fear we need to encourage as parents to our children's like encourage them to speak the truth, no matter how much it will hurt them. That really brings a proper upbringing, because we are having a fellowship with our Jesus Christ. With our tongue, we say the memory verses. With our tongue, we say the verse that is a live verse. We cannot lie, because a lie destroys a relationship. Let's move forward. It says, hands that sheds innocent blood, a heart that manufactures wicked thoughts and plans, and feet that swift in running evil. As you have all seen in the news and all in the recent times, there were many crimes committed in Kerala. One crime you must have heard is actually long back. A lady named Jolly. She killed her in-laws, her husband. In one of her testimonies, she said like she was very much indulged in any crime scenes. Anything happened that took place, that she reads the newspaper. I'm sure pretty much most of you also do the same thing. Even if I have to give you an essay, please write who is the first person she has killed. You can able to tell without looking here and there. Because that much of meditations we have done on it. But let me tell you, brothers and sisters, this type of information is not fruitful for us. Our mind is just like a sponge. It absorbs the things, the negative things. It remains it. What is the use for it? You can kill somebody with a particular substance. I don't want to mention that substance. But is that what God called for me? Father God has given His only begotten Son, so that He created a way so that we can reach to Him. We have been purchased by His precious blood. There is a way in which a Christian should walk. Our focus should be mostly into reading the Bible, listen to His words, dwelling these words in our heart,
Even at hard times, these words should encourage us, should give us strength. The person who is filled with the word of God can only strengthen others. He can only the one who can able to give the hopes to others. That's the reason in olden days the missionaries goes to different places. They can heal the sick. They can do it because they understood what Christ has done for them. As a believer in Christ, what you are, what is your relationship with Christ? He has made you above everything, just lower than God. Your word has got power. For you, brothers and sisters, those who are there, with your mouth you have to confess. If you have lost your jobs, you have to confess, yes, I will get the job. This is a temporary situation. I will get a good job. If you have a family violence issue, you have to commit, you have to confess with your mouth itself. My partner is an excellent, it's a gift from God. Praise the Lord. Hallelujah. My wife is a gift from God. My husband is a gift from God. You have to say that. Not only you have to meditate the word of God, but you have to bring it in power, and then you can see the action. You can see the changes in your life. There is nothing impossible for the word of God, because anything which is all linked to the spiritual reality, and that has to be manifested in the physical one. Praise the Lord. Let's move forward. A false witness who breathes out lies, and he sows discord among his brethren, spreading rumors, telling the half-truths. All uni students must be aware of, like when you write any essays or assignments, you have to give a reference. You can't just make it up. Similarly, our way of thinking should be the same. Unless we have a clarity about what it is, don't say it. Don't get indulged with such things. Don't create speculations. Get the clarity about the things and understand, and then react. Our calling is not for that. Our calling is to create the light for the people who are in the darkness. In the darkness is actually the people who are still away from God. Praise the Lord. Hallelujah. Hallelujah. Our calling is to give the light to the people who are in darknesses. There is only one God, and that is my God. That is a living God. Amen. Praise the Lord. Hallelujah. Now, the second verse, it says, God looks down from heaven upon the children of men to see any who seek God. This is a word which I like the most. Whenever we read the Bible, we see often like it's a religious book. My Bible, it's a religious book. That's how most of us we see the Bible as. When we read Psalms 23, Lord is my shepherd and I shall not be want. It just continues. We don't read it from the real meaning. When we read John 1:1, let's turn our Bible to John 1:1. It says, in the beginning was the Word, and the Word was with God, and the Word was God Himself. The same chapter, if you read verse 14, the Word became flesh and lived among us, and we saw His glory. So we understand the Word is Christ. So when we read the Bible and see this as Christ, and when we read it, Lord is my shepherd, don't just read like that. See that Jesus is talking to you. Lord is my shepherd. And what is your answer? Yes, God. You should have a teachable heart, a heart that is ready to accept. There are many things which I have learned from my childhood or from the family background or through my knowledge or through somebody else. But when I verify that and I see that this is correct, Bible says that test and try and see and hold on to what is good. I remove all my old things and I hold on to the good ones. Jesus sees you. Why are you reading Bible? Are you reading Bible just because you have to preach on Sunday? Are you reading Bible just because you have to teach Sunday school students? Or like Psalms 1 says,
The one who meditates on his word day and night, he is blessed. Change our attitude. This is the one. This is a life. This is an instruction book. This is a book which really encourages people to live in a very perfect way. As it's mentioned, Timothy 3:16, all scriptures is God-breathed and is profitable for instruction, for conviction of sin, for correction of errors and restoration to obedience, for training in righteousness, learning to live in conformity to God's will, both publicly and private, behaving honorably and personal integrity and moral courage. This is a reason why we should read Bible. Hold on to it. Give respect to it. Not only that, obey. Every time it reads, again and again go back to it. Read more. Because God sees your heart, your intention, why you want to read it. Do you want to shine in front of others? Or do you really want to change yourself? Because when he tries, he gives you certain revelations and he sees whether you are ready to pass this revelation to others. Because once you are filled with it, you cannot hold on to yourself. You have to tell 10 other people. Then God gives you more revelations. Then God raises you up. Praise God. Hallelujah, church. With this, I would like to encourage each one of you all. Let's improve our spiritual life. Let's dwell in the Word of God. Let's discuss the Word of God. Anything which is mentioned in the Bible, we should use such words quite often in our daily life. Like percepts, insights, sound knowledge. We will be blessing others, encouraging others. In Jesus' name. May God bless you all. Amen. Above all powers,
മനോഹരമായ ഗാനത്തിനായി യൂത്ത് കോർ നന്ദി പറയുന്നു. അതോടൊപ്പം സങ്കീർത്തനത്തിൽ നിന്ന് ശുശ്രൂഷിച്ച സഹോദരൻ ജോയെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ആഴങ്ങളെ വീണ്ടും നമുക്ക് മനസ്സിലാക്കി തരേണ്ടതിന് ദൈവം അദ്ദേഹത്തെ ഉപയോഗിക്കുന്നവർക്ക് സ്തോത്രം. തുടർന്ന് നാം വീണ്ടും വചനത്തിൽ നിന്ന് ശ്രവിക്കാൻ പോകുന്നു. അടിമാലി ആസ്ഥാനമായുള്ള ഗോഡ്സ് ഫാമിലി വേർഷിപ്പ് സെൻറ്ററിൻ്റെ കർത്തൃദാസൻ പാസ്റ്റർ വിനോദ് വി എസ് ആണെന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത്. ആ പ്രദേശങ്ങളിൽ ദൈവത്തിന് വേണ്ടി വലിയവ ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കാം. നമുക്കത് രൂപാന്തരം വരുത്തേണ്ടതിന് നമുക്ക് ആഗ്രഹിക്കാം. ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല, അത് എന്നിലൊരു മാറ്റം വരുത്തണമേ എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും ദൈവം ആ വചനം കൊണ്ട് മാറ്റുന്നതായിരിക്കും. നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ വചനത്തിൽ ശ്രമിക്കാം. കർത്താവിൽ പ്രിയ എബനേസർ ക്രിസ്ത്യൻ അസംബ്ലിയിലെ പാസ്റ്റർക്കും വിശ്വാസികൾക്കും എൻ്റെ സ്നേഹവന്ദനം. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു ലൈവ് പ്രോഗ്രാമിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ ഞാൻ സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അടിമാലിയിലെ ഞങ്ങളുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളും നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി യൂദയുടെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 3-ാം വാക്യത്തിൻ്റെ ഒരു വാക്യശകലം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്കെഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. വിശുദ്ധ വേദപുസ്തകത്തിലെ ലേഖനങ്ങളുടെ അവസാനത്തെ പുസ്തകമാണ് യൂദയുടെ ലേഖനം. താൻ തന്നെ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനും വേദപുസ്തകത്തിൽ ദൈവസഭകളുടെ തൂണുകളെന്നറിയപ്പെടുന്ന ഒരാളിൻ്റെ സഹോദരനായ യൂദ താൻ ലേഖനം എഴുതുകയാണ്. 1-ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ജനനം, തൻ്റെ പരശുശ്രൂഷകൾ, സഭയുടെ ആരംഭങ്ങൾ, അപ്പോസ്തോലിക കാലഘട്ടങ്ങളൊക്കെ ഒരു നവോത്ഥാന കാലഘട്ടങ്ങളുടെ തുടക്കം കുറിച്ച കാലഘട്ടമാണ്. എന്ന് വെച്ചാൽ ഇന്നത്തേക്കാൾ ചിന്തകന്മാർ ഉണ്ടായിരുന്നുവോ എന്നെനിക്ക് സംശയമുണ്ടായിരുന്നു. ഒരുപാട് ചിന്തകന്മാരുടെയും ഒരുപാട് ഗ്രീക്ക് ഫിലോസഫികളുടെ സ്വാധീനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടം. എന്ന് വെച്ചാൽ ഗ്രീക്കുകാരുടെ അതേ കാലഘട്ടത്തിലാണ്, പൈതഗോറസും ഒക്കെ ജനിച്ച കാലഘട്ടത്തിലാണ് ശ്രീബുദ്ധൻ ഇന്ത്യയിൽ ധർമ്മപ്രചാരണങ്ങൾ നടത്തുന്നത്. എന്ന് വെച്ചാൽ ഒരു വലിയ പ്രബുദ്ധമായ ബുദ്ധി വൈഭവങ്ങൾ ഉണ്ടായൊരു കാലഘട്ടമായിരുന്നു. കാരണം പരീശന്മാർ, സാധുക്യർ, കടോരക്കാർ, എരിവുകാർ, ശാസ്ത്രിമാർ എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം വൃന്ദങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവർ ജൂതമതത്തിൻ്റെ അംഗങ്ങളാണെങ്കിലും പരീശന്മാർ ന്യായപ്രമാണം പൂർണ്ണമല്ല, പാരമ്പര്യങ്ങൾ കൂടെ തൽമൂദുകളും മിഷ്നയും താർഗുമും കൂടെ ഉണ്ടെങ്കിലേ ക്രിസ്തു അല്ലെങ്കിൽ ജൂത പാരമ്പര്യം പൂർണ്ണമാകൂ എന്ന് ശഠിച്ചുകൊണ്ടാണ് പരീശന്മാർ മുൻപിൽ നിൽക്കുന്നത്. ശാസ്ത്രിമാർ അതിനല്പം കൂടെ വേറൊരു വശമാണ് കാണിച്ചിരുന്നത്. അവർ എഴുത്തുകൾക്ക് പ്രാതിനിധ്യം കൊടുത്തിരുന്നു. വേദപുസ്തകത്തിൻ്റെ എഴുത്തുകൾ അവർ വളരെ. എന്നാൽ സാധുക്ക് എന്ന പുരോഹിതൻ്റെ വർഗത്തിൽപ്പെട്ട സന്തതികൾ സദൂക്യർ എന്ന പേരിൽ അറിയപ്പെട്ടു. അതിൻ്റെ അനുയായികൾ അവർ പുനരുത്ഥാനങ്ങളെയും അപ്പോൾ തന്നെ ദൂതന്മാരെയും അവർ വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ യേശുവിൻ്റെ കാലത്ത് തന്നെ, ക്രിസ്തുവിൻ്റെ പരശുശ്രൂഷയുടെ കാലത്ത് തന്നെ വളരെ ടിപ്പിക്കലായിട്ടുള്ള ഉപദേശങ്ങൾ പിടിച്ച ഗ്രൂപ്പുകൾ അവിടെ ഇടയിലുണ്ടായിരുന്നു. ആ ഗ്രൂപ്പുകളെല്ലാം വ്യത്യസ്ത ഉപദേശങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്ക് വെല്ലുവിളികൾ ഉയർത്തിയത് പലരും ഈ ഗ്രൂപ്പുകാരായിരുന്നു.
ആ ഗ്രൂപ്പുകാരോടായിരുന്നു യേശുവിൻ്റെ പ്രസംഗങ്ങൾ. സദൂക്യരോട്, ന്യായശാസ്ത്രിമാരോട്, പരീശന്മാരോട്, കഠോരക്കാരോട്, എരിവുകാരോട് എന്നിത്യാദി ഒരുപിടി ആൾക്കാരോട് കർത്താവിൻ്റെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പലതിൻ്റെയും മറുപടി കാണാം. അതേ കാലത്ത് തന്നെ ക്രിസ്തുവിൻ്റെ മരണശേഷം സഭ ലോകത്തിൽ വന്നപ്പോൾ സഭയും അഭിമുഖീകരിച്ചത് ഒരുപാട് പ്രശ്ന സങ്കീർണമായ വിഷയങ്ങളാണ്. ഉപദേശ സംഹിതകൾ, ക്രിസ്തുവിൻ്റെ കന്യക ജനനം, മരണം, അത്ഭുതം, ഉത്ഥാനം എന്നിത്യാദിയുള്ള വിഷയങ്ങൾ അവരുടെ ബുദ്ധിക്ക് അപ്രമേയമായിട്ടുള്ളതായിരുന്നു അന്നത്തെ സുവിശേഷങ്ങൾ. എന്ന് വെച്ചാൽ സുവിശേഷം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച, അല്ലെങ്കിൽ പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശുവിനെ വിശ്വസിച്ചു കൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ആ സുവിശേഷ ഘോഷണത്തിൽ ക്രിസ്തുവിൻ്റെ ജനനം പറയുന്നത് അക്കാലത്തെ ബുദ്ധിമാന്മാർക്ക് ഒരിക്കലും സ്വീകാര്യമല്ലായിരുന്നു. ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പെട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുമോ എന്ന് ചിന്തിക്കാൻ ഒരിക്കലും ഗ്രീക്ക് ഫിലോസഫിക്ക്, ഗ്രേക്കുകാർക്ക് ഒരിക്കലും കഴിയത്തില്ലായിരുന്നു. കാരണം അവിടെ പൈതഗോറസ് നിൽപ്പുണ്ട്, അരിസ്റ്റോട്ടിൽ നിൽപ്പുണ്ട്, പ്ലേറ്റോ നിൽപ്പുണ്ട്, അവരുടെ ഒത്തിരി വമ്പന്മാർ നിരന്ന് നിൽപ്പുണ്ട്. ഇവരാരും മരണ പുനരുത്ഥാനം എന്ന് വെച്ചാൽ മരിച്ച ശേഷമുള്ള ഉത്ഥാനത്തെക്കുറിച്ച് ഇവരുടെ ചിന്തകൾ ഇവരെ ആരും ഗൗരവമായി പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അവർക്കത് നാട്ടിൽ കേൾവി പോലും ഇല്ലാത്തത് കൊണ്ട് ഒരു പുതിയ സന്ദേശം, ഒരു പുതിയ സുവിശേഷം കേട്ടപ്പോൾ അവർക്കത് ഇടർച്ചയായി തോന്നി. ഗ്രീക്കുകാർക്കത് ഇടർച്ചയായി മാറി. യവനന്മാർക്കത് ഒരിക്കലും സ്വീകാര്യമല്ലായിരുന്നു. അവരുടെ അരയോര കുന്നുകൾ, അവരുടെ ഫിലോസഫികൾക്ക് പ്രസന്റേഷന് വേണ്ടി ഉണ്ടാക്കിയ മ്യൂസിയങ്ങളിൽ, തിയേറ്ററുകളിൽ ഒരിക്കലും സുവിശേഷം അക്കാലത്ത് സ്വീകാര്യമല്ലായിരുന്നു. കാരണം ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നതല്ലായിരുന്നു. അങ്ങനെയുള്ള കാലത്ത് ദൈവസഭയുടെ ഉറപ്പിന് വേണ്ടി, ദൈവസഭയുടെ സംസ്ഥാപനത്തിന് ശേഷം വിശ്വാസികൾ പല നിലകളിൽ ചിതറിപ്പോകുന്നു എന്ന കേൾവികൾ, ആശങ്കകൾ കൊണ്ടാണ് ലേഖനങ്ങൾ രൂപപ്പെട്ടു വരുന്നത്. ലേഖനങ്ങൾ മിക്കതും അന്ധവിശ്വാസങ്ങളോടും അന്നത്തെ അനാചാരങ്ങളോടും അപ്പോൾ തന്നെ അന്നത്തെ ദുരുപദേശങ്ങളോടും എതിരെയുള്ള പടവാളായിരുന്നു അപ്പോസ്തലന്മാർ ഉയർത്തിക്കൊണ്ടുവന്നത്. അവത്തിൽ വെറും ചുരുക്കം വാക്കുകൾ ഉണ്ടായിരുന്നു. വാക്യമുള്ള വെറും 25 വാക്യങ്ങളുള്ള ഈ കൊച്ചു ലേഖനം നമ്മൾ എടുത്തു പഠിച്ചാൽ ശക്തമായ മുന്നറിയിപ്പുകൾ ഇതിനകത്ത് കാണാൻ പറ്റും. വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് വന്ന ദൈവജനത്തെ തെറ്റിക്കുന്ന ഒരുപിടി ആളുകളെ നമ്മൾ അവിടെ കാണുകയാണ്. എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ടു, രക്ഷയുടെ കൃപ അറിഞ്ഞിട്ട് ഉപദേശത്തിൻ്റെ കാറ്റുകളാൽ ഉഴന്നു പോകുക, ഉപദേശത്തിൻ്റെ കാറ്റുകളാൽ ആടിപ്പോകുക. ആ ഉപദേശത്തിൻ്റെ കാറ്റുകളാണ് പിൽക്കാല സഭാചരിത്രങ്ങളിൽ വന്ന ദുരുപദേശങ്ങൾ. ആ ദുരുപദേശങ്ങളിൽ പലതും ഇന്നും കൈമാറപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രവചനത്തിൻ്റെ ദുരുപദേശങ്ങൾ ഇതിനകത്ത് കാണാം. അപ്പം തന്നെ അവരെ വല്ലാതെ തകർത്ത പൈശാചിക നീക്കങ്ങളെ നിങ്ങൾക്ക് കാണാം. ദുഷ്പ്രവർത്തിക്കാരുടെ ചില ഉപദേശ സംഹിതകളെ നമുക്കവിടെ വായിക്കാൻ കഴിയും. അവർ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി വന്നിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടവരല്ല, എന്തോ കാരണത്താൽ സഭയ്ക്കകത്ത് വന്നവർ, ഏതോ കാരണത്താൽ വന്നത്, ഏതോ ഒരു രോഗസൗഖ്യത്താൽ, ഏതോ ഒരു മാസ്മരിക വലയത്തിൽ ആഗീരണം ചെയ്യപ്പെട്ട് വന്നവർ. ഇന്ന് പെന്തക്കോസ്തിൽ കൂടുതലും അങ്ങനാണെന്നാണ് എൻ്റെയും നിങ്ങൾക്കും എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ളവരാണ് കൂടുതലും. എന്നാൽ ക്രിസ്തുവിനെ അറിഞ്ഞു വരിക, ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു വരിക, വെളിപ്പാടുകളാൽ, ദർശനത്താൽ, സ്പർശനത്താൽ, കേൾവിയാൽ, യോഹന്നാൻ അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ കണ്ടത്, കേട്ടത്, തൊട്ടത്, അനുഭവിച്ചത് ആയ ജീവന്റെ വചനം സംബന്ധിച്ച് അങ്ങനെ അനുഭവവേദ്യമായി വരുന്ന വിശ്വാസികൾ ഉപദേശത്തിന്റെ കാറ്റുകളാൽ ഉലയുന്നില്ല, തകരുന്നില്ല. അവരുടെ വിശ്വാസത്തിന്റെ പടക് ജയത്തോടെ മുൻപോട്ട് പോകുന്നുണ്ട്. പക്ഷെങ്കിൽ വിശ്വാസത്തിന്റെ പടക് തകർന്നവരെ കുറിച്ചും ഇതിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ
പറഞ്ഞാൽ ലക്ഷ്യം തെറ്റിക്കുന്ന കുറെ ആളുകൾ, നുഴഞ്ഞു കയറി വന്ന കുറെ ആളുകൾ. ആമേൻ. അപ്പൊ തന്നെ വെള്ളമില്ലാത്ത മേഘങ്ങൾ, നുരഞ്ഞു പൊങ്ങുന്ന കടൽ തിരകൾ, അഹങ്കരിച്ച് നടക്കുന്ന ആമേൻ മത്സരഗ്രഹികളായ ആമേൻ 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 കോരകിന്റെ സ്വഭാവമുള്ളവർ, ആമേൻ കായിന്റെ ആമേൻ ആമേൻ സ്വഭാവമുള്ളവർ, ബെലയാമിന്റെ സ്വഭാവമുള്ളവർ. ഇങ്ങനെ സഭയ്ക്കകം മുഴുവൻ ദുരുപദേശത്തിന്റെ വല്ലാത്ത കാറ്റിൽ അവൻ കുഴഞ്ഞ ഒലഞ്ഞ ആടി നിൽക്കുമ്പോൾ യൂദ എഴുതുന്ന ലേഖനമാണ് യൂദയുടെ ലേഖനം. അവത്തിൽ 1-2 പദങ്ങൾ തൊട്ടിട്ട് എന്നെ ചിന്തിപ്പിച്ച ഒരു ചിന്ത പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കാം. അത് ഇപ്രകാരമാണ്. ആമീൻ. അവിടെ കായിൻ്റെ ഉപദേശം പിടിക്കുന്നവരുണ്ടായിരുന്നു. നമ്മുടെ സഭകളിലുമൊക്കെ ഇതൊക്കെ വളരെ വിരളമല്ല, സരളമായിട്ട് നമുക്കിവിടെ ഉണ്ട്. ധാരാളിത്തപരമായിട്ട് നമ്മുടെ സഭയ്ക്കകത്ത് കാണാൻ പറ്റുന്നതാണ് കായിൻ എന്നതുകൊണ്ട് യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് പറയാം. ജൂത പാരമ്പര്യത്തിൽ കായിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില ചിന്തകൾ എന്ന് പറയുന്നത് അവൻ സൽഗുണം നിന്ദനാണ്, എന്ന് വെച്ചാൽ സകല ഗുണത്തെ നിന്ദിക്കുന്നവനാണ്, നന്മ പറയുന്നവനല്ല. ഇത് ബൈബിളിലെ ആശയമല്ല. ഞാൻ ജൂതമതത്തിന്റെ പാരമ്പര്യങ്ങളിൽ അവനെ കുറിച്ച് പറഞ്ഞ കുറെ നോട്ടുകളാണ് പറയുന്നത്. അവൻ സംശയവാദിയാണ്. ആമീൻ. ഇത് നമ്മുടെ സഭയിലൂടെ സംശയവാദികൾ, നിരീശ്വരവാദം പോലെ പറയുന്ന കുറെ ഭൗതികതകൾ ഉള്ള കുറെ ആളുകൾ, അവിശ്വാസത്തിൻ്റെ ആമീൻ ആമീൻ വാക്ക് പറയുന്നവൻ, അപ്പൊ തന്നെ ആമീൻ ധാർമ്മികമായി ദൈവം ഏൽപ്പിച്ചതിൻ്റെ ധാർമ്മികതകളെ എല്ലാം ധ്വംസിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നവനാണ് കയീൻ. അങ്ങനെയുള്ള അങ്ങനെ അതിനെയാണ് കയീൻ എന്ന ഉപദേശം കൊണ്ട് കയീൻ്റെ വഴികളിൽ നടക്കുന്നവർ എന്ന് ബൈബിൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് കയീൻ്റെ വഴി എന്ന് പറഞ്ഞാൽ? എന്ന് വെച്ചാൽ സൽഗുണങ്ങളെ, നല്ല ഗുണങ്ങൾ. സഭയിൽ ഒരു നല്ല കാര്യം നടന്നു, ഒരു പരസ്യയോഗം നടന്നു, ഒരു കൺവെൻഷൻ നടന്നു, ഒരു ഉപവാസ പ്രാർത്ഥന നടന്നു, ആമേശ്വത്ര, അതിനെല്ലാം നിന്ദിക്കുന്നയാളെ, എന്തുണ്ടായി നന്മയുടെ എന്നൊക്കെയുള്ള നിന്ദതയുടെ ആളുകൾ. ആമേൻ ആമേൻ. ചില നല്ല ദൈവദാസന്മാർ വന്ന് പ്രസംഗിച്ച് അവരുടെ നമ്മുടെ കാശ് പോലും മോഹിക്കാതെ വന്ന് പ്രസംഗിച്ചിട്ട് പോയിട്ടും അവരെ വിലയിരുത്തിയിട്ട് അത് ശരിയാണ് ഇത് ശരിയാണ് എന്നൊക്കെ പറയുന്ന കുറെ ആളുകളെ നിങ്ങൾക്ക് ഇന്ന് വളരെ ധാരാളമായി സഭയിൽ കാണാം. കായിൻ്റെ ഉപദേശം, ആമേൻ, യൂദയുടെ ആമേൻ കണ്ണുകൾ പായുകയാണ്. സഭയുടെ അകത്ത് കായിൻ്റെ ഉപദേശമുള്ളവർ സൽഗുണദോഷികളായി, ആമേൻ, ധാർമ്മിക ബോധത്തെ ധ്വംസിച്ച് കളയുന്നവരായി, നാസ്തികവാദം പറയുന്നവരായി, സംശയത്തിൻ്റെ വിത്തുപാകുന്നവരായിട്ടുള്ളവരാണ് കായിൻ്റെ വഴിയിൽ നടക്കുന്നവർ. ജനത്തോട് പറയുകയാണ്, ജനമേ, ഈ വെള്ളമില്ലാത്ത മേഘങ്ങളെ നോക്കി നിങ്ങൾ പോകരുത്. ആമേൻ. അതിവിശുദ്ധ വിശ്വാസം നിങ്ങളെ പരമേൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കായിൻ്റെ വഴി നിങ്ങൾക്ക് യോഗ്യമല്ല. സഭയ്ക്കകത്ത് അങ്ങനെയുള്ളവരുണ്ട്. അവരുടെ വഴി പിടിക്കരുത്, പഠിക്കരുത്, നടക്കരുത്, അവരുടെ കൂടെ നിൽക്കരുത്. അവർ വെള്ളമില്ലാത്ത മേഘങ്ങൾ, നുരഞ്ഞു പൊങ്ങുന്ന കടൽ തിരകൾക്ക് അവർ സമന്മാർ എന്ന് പറഞ്ഞ് അവരെ യൂദ ആമേൻ വിലയിരുത്തുന്നത് നിങ്ങൾക്ക് കാണാം. 2, ബെലയാമിന്റെ ഉപദേശം പിടിക്കുന്നവർ അവിടെയുണ്ട്. അനുഗ്രഹത്തിനു പകരം ശാപം പറയാൻ നിയോഗിക്കപ്പെട്ടവർ. നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിപ്പീനെന്ന് നമ്മുടെ തലയ്ക്ക് മുകളിൽ മുകളിൽ കിടക്കുന്ന ദൈവത്തിന്റെ വചനം തള്ളിക്കളഞ്ഞുകൊണ്ട് സഹോദരനെ പഴിക്കുന്ന പ്രാകുന്ന ശാപ വാക്കുകൾ ഉരുവിടുന്ന സകലരും ബിലയാമിന്റെ വഴിയിൽ നടക്കുന്നവർ. മാന്യമിത്രങ്ങളെ, ആമേൻ, യൂദ പറയുകയാണ്, എൻ്റെ സഹോദരന്മാരെ, യേശുക്രിസ്തുവിനായി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന, അവനായി വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനം ബിലയാമിന്റെ ഉപദേശത്തിൽ പിടിക്കരുത്. അർത്ഥം, നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടുകാരനായിരിക്കട്ടെ, ഭാഷബന്ധം പറയുന്നവനായിരിക്കട്ടെ, ഉറ്റ ബന്ധുക്കളും മിത്രങ്ങളും ആരുമായിക്കൊള്ളട്ടെ, ഇന്നു പകൽ ഞാനും നിങ്ങളോട് പറയുന്നു, പ്രിയരെ, ബിലയാമിന്റെ ഉപദേശമുള്ളവർ സഭയ്ക്കകത്ത് ധാരാളമുണ്ട്. എന്ന് വെച്ചാൽ ആമേൻ, അവർക്ക് ആ ധാരാളമുള്ളവരെ നമുക്ക് എടുത്തു പഠിക്കാം. അവർ ഉപദേശ സംഹിതയ്ക്കല്ല പ്രാധാന്യം. അവർക്കൊരു പൊട്ട പ്രവചനം കേട്ടാൽ കാതോർക്കാൻ അവർക്ക് ഇഷ്ടമാണ്. ഉണർവ്, ഉന്മേഷം, ആമേൻ, തൊടല്, തീണ്ടല്, ആമേൻ, എന്താ പറയുന്നത്, ആമേൻ, സൗഖ്യം എന്നിത്യാദി പെട്ടെന്ന് കുമിള പോലെ പൊങ്ങുന്ന താൽക്കാലിക സൗഖ്യത്തിന് വേണ്ടി വെമ്പൽ കൊള്ളുന്നവർ, അവർ ബിലയാമിന്റെ ഉപദേശം കൈക്കൊള്ളുന്നവരാണ്. പ്രവചനം
പറയുകയാണ്, കർത്താവിന്റെ വഴിയിൽ നടക്കാതെ, കർത്താവിന്റെ കൃപയറിയാതെ പ്രവചന ശബ്ദം കേൾക്കാൻ ഓടുകയാണ്. ആമൻ ജീവിതമില്ലാത്ത, കൃപയില്ലാത്തവന്റെ കൈക്കീഴിൽ പോയിരുന്ന പ്രവചനം കേൾക്കുന്ന ജനം, ആമൻ മകനെ മകളെ നിനക്കൊരു പുതിയ വഴി, ഒരു പോരാട്ടം അതുവഴി വരുന്നുണ്ട്, ഇതുവഴി ഒരു ബന്ധനമുണ്ട്, ഞാൻ വന്ന് പ്രാർത്ഥിച്ചാൽ അത് ആമൻ മാറ്റിത്തരാം എന്ന് പറയുന്ന ഗതികേടി ചെന്നപ്പെടുന്ന സകലരും മാന്യമിത്രങ്ങളെ അവർ ബിലയാമിന്റെ ഉപദേശത്തിൽ നിൽക്കുന്നവരാണ്. ഇന്ന് പകൽ ദൈവജനത്തോട് ഞാൻ പറയട്ടെ, ആമേൻ, ബിലയാമിന്റെ ഉപദേശം നിങ്ങളുടെ സഭയ്ക്ക് ഗുണം ചെയ്യുകയില്ല, എന്റെ സഭയ്ക്ക് ഗുണം ചെയ്യുകയില്ല. ആത്മീക ലോകത്തിന്റെ ഒരു മഹാവിപത്താണ് ആമേൻ ആമേൻ ബിലയാമിന്റെ ഉപദേശം കൈക്കൊള്ളുന്നവർ. 2, ഘോരകപുത്രന്മാർ, അപ്പൻ ദൈവഭക്തൻ, മക്കൾ ദൈവത്തിന്റെ മത്സര ഗ്രഹത്തിന്റെ നേതൃത്വ നിരയിൽ നിൽക്കുന്നവർ. അപ്പൻ ആലയത്തിലെ പാട്ടുസംഘത്തിന്റെ നേതാവ്, ആമൻ അപ്പൻ ആമൻ യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പിടിച്ച് കരഞ്ഞ് പാട്ടുപാടി പ്രാർത്ഥിച്ച പാരമ്പര്യത്തിന്റെ പിൻതലമുറക്കാരെന്ന് പേർ പറയാൻ ഉള്ളവന്റെ തലമുറ വന്നു നിൽക്കുന്നത് മത്സരഗ്രഹികളായി മാറി നിൽക്കുകയാണ്. എല്ലാത്തിനും മത്സരം. മിത്രങ്ങളെ, ബൈബിളിൽ ഒരു പദപ്രയോഗമുണ്ട്. ഞാൻ 20 വർഷമായിട്ട് സഭാ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പാസ്റ്ററാണ്. ആമേൻ. പലരും ഇന്നു പകൽ പാസ്റ്ററാകാൻ ബന്ധപ്പെടുകയാണ്. പുൾപിറ്റിൽ കയറി പ്രസംഗിക്കണം, പാസ്റ്റർക്ക് പ്രസംഗിക്കാൻ അറിയത്തെങ്കിൽ എനിക്ക് പ്രസംഗിക്കണം എന്ന് ആവലോടുകൂടെ, അല്പം പണവും പുത്തൻ ചിക്കിരിയൊക്കെ പോക്കറ്റിലുണ്ടെങ്കിൽ അത് ഉപദേശിയെ വിലയ്ക്ക് വാങ്ങിയിട്ട് പുൾപിറ്റിൽ കയറാൻ വല്ലാതെ വെമ്പൽ കൊള്ളുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നു പകൽ ഞാൻ ഭയത്തോടെ പറയട്ടെ, ഞാനിവിടെ നിൽക്കുന്നത് ദൈവം എന്നെ നിർത്തിയത് കൊണ്ടാണ്. പലവട്ടവും എനിക്കിതിൽ നിന്ന് മാറാൻ എൻ്റെ അന്തരാത്മാവിലുണ്ട്. കാരണം ഉപദേശത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ, ഉപദേഷ്ടക്കന്മാരായി നിൽക്കുമ്പോൾ അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങൾ അധികം പേരും ഉപദേഷ്ടക്കന്മാരാകരുത്. ഇതാണ് വചനത്തിൽ കാണുന്നത്. പക്ഷേ യൂദ പറയുകയാണ്, ഇങ്ങനെ കുറെ ആളുകൾ അവിടെയുണ്ട്, ഘോരകപുത്രന്മാർ, ജനമേ കേൾക്കുക, അവരുടെ ഉപദേശത്തിൽ നടക്കുന്നവർ, ദൈവിക അധികാരത്തോട് മത്സരിക്കുന്നവർ, ദൈവം പറഞ്ഞ വചനത്തോട് മത്സരിച്ചിട്ട് സ്വന്തം ബുദ്ധിയുടെ പ്രമാണം സഭയ്ക്കകത്ത് വെച്ച് മത്സരഗ്രഹികളായിരിക്കുന്ന ഘോരകപുത്രന്മാരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ ജനമേ നിങ്ങളുടെ നടുവിലുണ്ട്. പക്ഷേ യേശു ക്രിസ്തുവിനായി നീ സൂക്ഷിക്കപ്പെട്ട ാണ്, ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിനാൽ നിങ്ങൾ പിതാവിനാൽ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കിക്കൊണ്ട് മുൻപോട്ട് പോകാൻ ആമേൻ യൂദ അവരെ ഉത്സാഹിപ്പിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ ഇതിവൃത്തമായി നമുക്ക് കാണാൻ കഴിയുന്നത്. ദേശത്തെക്കുറിച്ച് ഇതിന് പരാമർശമുണ്ട് ഈ 25 വാക്യങ്ങളിൽ. സൊദോം ഗൊമോറ എന്ന ദേശം. അപ്പോൾ തന്നെ മോശയോട് ആമൻ ശരീരത്തോട് വാദിക്കുന്ന പൈശാചിക ലോകത്തെക്കുറിച്ച് ആമൻ ഇതിനകത്ത് പരാമർശമുണ്ട്. മാന്യമിത്രങ്ങളെ, മോശയോട് മത്സരിച്ചവര് പിശാച് മാത്രമല്ല, പിശാചിന്റെ ആമൻ മോശയുടെ ശരീരത്തെക്കുറിച്ച് പോലും പിശാച് വാദിച്ചു. പക്ഷെ ജനത്തിന്റെ നടുവിൽ ആമൻ സ്വത്രം പലരും അവരോട് മത്സരിക്കുന്നത് നമ്മൾ ഈ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഈ കൊച്ച് ആമേൻ പുസ്തകത്തിനകത്ത് അല്ലെങ്കിൽ ഈ യോധയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഭാഗം പറഞ്ഞ് ഒരു മുഖവരയായി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അടുത്ത എൻ്റെ ഗൗരവമുള്ള വിഷയത്തിലേക്ക് വരികയാണ്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭാരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭാരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭാരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം. എന്താണ് ഇതിൻ്റെ അർത്ഥം? അവൻ ഇത് ജന്മസിദ്ധമല്ല, ഇത് പാരമ്പര്യ പൈതൃകങ്ങളുടെ കൈമാറ്റമല്ല. ആമേൻ പ്രിയരെ, ഇത് തലതൊട്ടപ്പന്റെ കൈവെപ്പിനാൽ ഒരുത്തന് ലഭിക്കുന്ന ഭാഗ്യമല്ല. ഇത് ബൈബിൾ പറയുന്നു, വിശുദ്ധന്മാർക്കൊരിക്കലായി. ആരാണ് വിശുദ്ധൻ? യേശുവിനാൽ വിളിക്കപ്പെട്ടവർ, അവനാൽ സൂക്ഷിക്കപ്പെട്ടവർ, അവനായിക്കൊണ്ടും അവനായും ജീവിക്കുന്നവരെ കുറിച്ച് ബൈബിൾ പറയുകയാണ്. വിശുദ്ധന്മാർ, ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ, ക്രിസ്തുവിന് വേണ്ടി വേർതിരിഞ്ഞവർ, അവർക്ക് പറയുന്ന പേരാണ് വിശുദ്ധന്മാർ. ആ വിശുദ്ധന്മാരോട് പറയുകയാണ്, ഒരിക്കലായി നിങ്ങൾക്ക് ഭാരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം. മാന്യമിത്രങ്ങളെ, ഇത് ഒരിക്കലായി ഭാരമേൽപ്പിച്ചിരിക്കുന്നതാണ്. ഇത് നൽക്കവലയിലെ ചന്തയ്ക്കകത്ത് 4 കാശിന് കൊടുത്ത് പോയി വാങ്ങി വന്ന് എപ്പോഴും സൂക്ഷിച്ചിട്ട് പിന്നെ വിറ്റ് ക്രയവിക്രയം നടത്തേണ്ട ഒരു സാധന സംവിധാനമല്ല വിശ്വാസം. ഇത് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ്. എന്താണ് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുക
എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് വെച്ചാൽ നീ രക്ഷിക്കപ്പെട്ട നാളിൽ, ആമേൻ, നിന്റെ ഉപവാസ പ്രാർത്ഥനയുടെ നാളിൽ, നീ കർത്താവിന് വേണ്ടി കാത്തിരുന്ന നാളിൽ, കർത്താവിന്റെ മുഖം നോക്കി കരഞ്ഞ നാളുകളിൽ, കർത്താവിനെ അന്വേഷിച്ച നാളുകളിൽ, അവന്റെ മുഖം തേടി അലഞ്ഞ നാടുകളിൽ, അവന്റെ സാന്നിധ്യം അറിയാൻ വേണ്ടി വ്യഗ്രത കൊണ്ട് ഇരുന്ന നാളുകളിൽ അന്ന് നിന്റെ മേൽ പകരപ്പെട്ട എന്ന് വെച്ചാൽ ആമേൻ ശൗലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആമേൻ വഴിയോരത്ത് നടന്ന് ആമേൻ കുതിരപ്പുറത്ത് ആമേൻ പാഞ്ഞു പോകവേ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് അഗ്നി സൂര്യനെ കവിയുന്ന പ്രകാശത്തിൽ, സൂര്യനെ കവിയുന്ന ഒരു പ്രകാശത്തിൽ എന്ന് വെച്ചാൽ സൂര്യന്റെ പ്രകാശത്തിൽ ആമേൻ 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 സൂര്യന്റെ പ്രകാശത്തിൽ അന്ന് യേശു പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിൽ അവൻ ഒരിക്കലും അത് വിശ്വസിക്കത്തില്ല. സൂര്യനെ കവിയുന്ന പ്രകാശത്തിൽ അവൻ വന്നാലേ അവന് വിശ്വസിക്കാൻ പറ്റൂ. കാരണം യഹോവ നീതി സൂര്യൻ, സൂര്യനെ സൃഷ്ടിച്ചവൻ നീതി സൂര്യനായ ആമേൻ ദൈവം. ആ ദൈവത്തിന് വരണമെങ്കിൽ സൂര്യനെ കവിയുന്ന പ്രകാശത്തിൽ കടന്നു വരണം. അങ്ങനെ സൂര്യനെ കവിയുന്ന പ്രകാശത്തിൽ വന്നപ്പോൾ അവന്റെ ചോദ്യമാണ്, കർത്താവേ നീ ആരാകുന്നു? ഞാൻ അറിയുന്ന കർത്താവ് നീതി സൂര്യൻ. ഈ സൂര്യനെ കവിയുന്ന പ്രകാശത്തിൽ വന്ന നീ ആരാകുന്നു? ക്രിസ്തുവിനെ പൗലോസിന്റെ മറുപടി, അവൻ ക്രിസ്തുവിന്റെ മറുപടി, നീ ഉപദ്രവിക്കത് യേശു ഞാനാകുന്നു. അന്ന് തുടങ്ങിയ അവന്റെ യാത്രയുടെ ആരംഭം, ക്രിസ്തീയ ജീവിതത്തിന്റെ നാൾ വഴികൾ പഠിച്ചു നോക്കിക്കോ പ്രിയരെ. പൗലോസിന്റെ നാൾ വഴികളിൽ അവൻ എക്കാലവും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു ആ ദർശനം, ആ ശബ്ദം, ആ ദൈവകൃപ, ആ വെളിച്ചം, സൂര്യനെ കവിയുന്ന ശബ്ദം അവനെ രൂപാന്തരപ്പെടുത്തുക മാത്രമല്ല, ഒരു ഉപനിധി പോലെ അവൻ കൊണ്ടു നടന്നു. അവനെ ഞാൻ കണ്ടെത്തി അകാല പ്രജ പോലെ എന്ന് വെച്ചാൽ ഗർഭപാത്രത്തിൽ നിന്ന് ആമേൻ ഗർഭനാശം വന്ന് പുറത്തു പോകാൻ നിൽക്കുന്ന ഒരു ഗർഭപിണ്ഡം പോലെ പുറത്തു പോകാൻ നിന്ന എന്റെ അരികിൽ, അകാല പ്രജ പോലെ എന്റെ അരികിൽ ഒരു നാൾ ക്രിസ്തു വന്നു. മാറോട് ചേർത്ത് വെച്ച സാക്ഷ്യം, ഹൃദയത്തിൽ ചുമന്ന സാക്ഷ്യം, ഹൃദയത്തിൽ അവൻ കാതലായി ആമേൻ രക്തതുല്യം സൂക്ഷിക്കപ്പെട്ട അനുഭവ വേദ്യമായ സാക്ഷ്യം. ഇന്നു പകൽ രക്ഷിക്കപ്പെട്ടവന്റെ പ്രത്യേകതയാണ്, അവൻ രക്ഷിക്കപ്പെട്ട നാളുകളിൽ അവൻ സന്തോഷം കണ്ടെത്തും. അവന്റെ അനുഭവങ്ങൾ എപ്പോഴും പറയാൻ അവന് വെമ്പലമാണ്. ആമേൻ. ഞാൻ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം വായിച്ചപ്പോൾ 4 പൗലോസ് തന്റെ അനുഭവ സാക്ഷ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ആ ഭാഗം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മാന്യമിത്രങ്ങളെ, ആമേൻ, പൗലോസ് അപ്പോസ്തലൻ അവൻ രക്ഷിക്കപ്പെട്ട നാൾ തൊട്ട് ആമേൻ സ്തോത്രം അവൻ കർത്താവിന് വേണ്ടി ജീവിച്ച് തീരുകയാണ്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിക്കുകയാണ്. ആമേൻ. അവിടെ വെച്ച് തന്നെ ഏൽപ്പിക്കുകയാണ്. അവൻ ചുങ്കം വിറ്റ് നടക്കുന്ന ആമേൻ ആമേൻ മത്തായിയെ വിളിക്കാൻ, മത്തായിയെ യു കം, അവൻ ഇറ്റ്സ് മീ, ആമേൻ യു, ആമേൻ നീ വാ എന്ന് പറയുമ്പോൾ പുറപ്പെടുക. ഇറ്റ്സ് മീ, അവന്റെ വാക്ക്, ആ ശബ്ദം അവന്റെ കർണപുടങ്ങളിൽ പതിക്കുമ്പോൾ ആ കണ്ണുകളിൽ ദൈവത്തിന്റെ ആമേൻ ആമേൻ ദൈവത്തിന്റെ എന്താണ് പറയുന്നത്, വാത്സല്യത്തിന്റെ വിളി. ആ വിളിയിൽ അലിഞ്ഞു ചേർന്ന് സഖായി ഇറങ്ങി വരുന്നത് കണ്ടില്ലേ? ആമേൻ. മത്തായി ഇറങ്ങി വരുന്നത് കണ്ടില്ലേ? അന്ത്രയോസ് പടക് വിടുന്നത് കണ്ടില്ലേ? ആമേൻ. പടകം വലയിൽ നന്നാക്കുന്ന യാക്കോബും യോഹന്നാനും പടക് വല വിട്ട് ഇറങ്ങുന്നത് കണ്ടില്ലേ? അവന്റെ വിളിയുടെ മാസ്മരിക വലയത്തിൽ ആമേൻ വീഴാത്ത ഒരുവനും ഇഹത്തിലില്ല എന്നതാണ് പച്ചപ്പരമാർത്ഥം. അന്ന് തുടങ്ങുന്ന ക്രിസ്തീയ ജീവിതം ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ്. അത് നിന്റെ ഇഷ്ടത്തിന് എടുത്ത് ഉപയോഗിക്കേണ്ടതല്ല, നിന്റെ ഇഷ്ടത്തിന് നിന്റെ കൂട്ടത്തിൽ വരുന്നതല്ല. അത് ഉപനിധി പോലെ സൂക്ഷിക്കുന്നവൻ ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം. അല്ലയോ ദൈവമക്കളെ, ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ അതിവിശുദ്ധ വിശ്വാസം. ഇയേഴ്സ് ബാക്ക്, 20 വർഷങ്ങൾക്ക് മുൻപ്, 10 വർഷങ്ങൾക്ക് മുൻപ്, 5 വർഷങ്ങൾക്ക് മുൻപ്, നീ ആരുമില്ലാതിരുന്ന കാലത്ത്, നീ ആരോരുമല്ലാതിരുന്ന കാലത്ത് നിന്നെ തേടി ക്രിസ്തു വന്ന് നിന്റെ അകത്തിട്ടിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം, ലോകത്തിൽ ഒരുത്തനുമില്ലാത്ത അതിവിശുദ്ധ വിശ്വാസം. വിഷയത്തിലേക്ക് വരാം. ഒരിക്കലായി ഭാരമേൽപ്പിച്ചിരിക്കുന്നു. എന്താ ഈ അതിവിശുദ്ധ വിശ്വാസം? യാക്കോബക്കാരുടെ ഭാഷയിൽ കള്ളിയാങ്കിൽ പകലോ മറ്റോ ശങ്കലപുരി തുടങ്ങിയ ബ്രാഹ്മണ കുടുംബങ്ങളെ പിടിച്ച് അംശവടിയൊക്കെ കൊടുത്ത് വാഴിച്ചു വെച്ച ഒരു പാരമ്പര്യം. വാസ്കോഡിഗാമ ഇന്ത്യയിൽ വന്ന 70 പുരോഹിതന്മാരുമായിട്ട് കത്തോലിക്കരുടെ ഒരു വാഴ ചരിത്രം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വായിച്ചെടുക്കാം. ഇങ്ങനെ തുടങ്ങി ഒരുപാട് പാരമ്പര്യ പൈതൃകങ്ങൾ അവിടെ തൊടിയിച്ച് നമുക്ക് പറയാൻ പറ്റും. കൽദയ ക്രിസ്ത്യാനികൾ, കനാനയത്തോമൻ, കാനയിലെ തോമസ് കനാനത്തോമൻ എന്ന പേരിൽ കേരളക്കരയിൽ അറിയപ്പെട്ടിട്ട് കനാന തോമസിനാൽ 375 ആദികൾ വന്ന കനാനയക്കാരായ കൽദയ ക്രിസ്ത്യാനികൾ. കൽദയ ക്രിസ്ത്യാനിയുണ്ട്, കൽദയ ജൂയിഷ് പീപ്പിൾ ഉണ്ട്, കൽദയ ഇറാഖി ജനങ്ങൾ
ഗ്രന്ഥങ്ങളുണ്ട്. കൽദയ ഗ്രൂപ്പിൽപ്പെട്ടയാളാണ് സദാം ഹുസൈൻ, കൽദയ ഗ്രൂപ്പിൽപ്പെട്ടയാളാണ് നെബൂഖദ്നേസർ. അതാണ് കൽദയ ദേശത്തെ കുറിച്ചുള്ള യഹോവയുടെ പ്രവചനം. എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ആ ഭാഗം വിടുന്നു. ആമേൻ. കൽദയക്കാരകൾ ഇങ്ങനെ പാരമ്പര്യങ്ങൾ പലത് നമുക്ക് പറയാൻ ഇന്ന് പകലുണ്ടാകാം. പക്ഷേ ഒരു ക്രിസ്തീയ പാരമ്പര്യത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് മാന്യമിത്രങ്ങളെ ഒരു പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചയല്ല. ക്രിസ്തു നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം. ഒരു അകാല പ്രജ പോലെ നിന്നെ തേടി എന്നെ തേടി, നഷ്ടപ്പെട്ട നിന്നെ തേടി നഷ്ടപ്പെട്ട എന്നെ തേടി, ആരും വേണ്ടെന്ന് വെച്ച നിന്നെ തേടി, ആരും വേണ്ടെന്ന് മുട്ടും വിടക്കം എന്നെ തേടി, ആ അതിവിശുദ്ധ വിശ്വാസം നിന്റെ ഉള്ളിൽ ഇട്ട് തന്ന അന്നു മുതൽ ഇന്നു വരെ ഞാൻ അത് ചുമക്കുകയാണ്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം. ആർക്കൊക്കെയാണ് വിശ്വാസം? വിശ്വാസത്തിൻ്റെ കാതലായൊരു പദപ്രയോഗം പറഞ്ഞിട്ട് വേണം എൻ്റെ എൻ്റെ ഒരു ഗൗരവമുള്ള വിഷയത്തിലേക്ക് വരാൻ. എന്നാണ് കർത്താവ് എന്നെ കണ്ടത്? ഞാൻ യേശുവിനെ അറിഞ്ഞു. കർത്താവിൻ്റെ വിശുദ്ധന്മാർക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം തന്നു. പക്ഷേ ഈ വിശ്വാസം ഇട്ടതെന്നാണ്. അതിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ അല്പം തിയോളജിക്കലായിട്ടൊരു പ്രശ്നമുള്ള വാക്യമാണെങ്കിലും ആമേൻ, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1:2-3 വായിക്കാം. ലോകസ്ഥാപനത്തിനു മുൻപ് ക്രിസ്തു യേശുവിൽ അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിനു മുൻപ്, ഈ നക്ഷത്രങ്ങൾ മുഴുവൻ വാരി നിരന്ന പേര് വിളിക്കുന്നതിന് മുൻപ്, ഈ ആകാശഗംഗ ഗാലക്സിയുടെ വൃത്തം വരയ്ക്കുന്നതിന് മുൻപ്, ആമേൻ 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 ഒരുപാടെണ്ണത്തിൻ്റെ പേര് വിളിക്കുന്നതിന് മുൻപ് യേശു ക്രിസ്തുവിൽ എന്നെ വേർതിരിച്ചിരിക്കുന്ന ആ ദൈവം, ആമേൻ, അല്പം കൂടെ ഭാഷയിൽ, ദാവീദിന്റെ ഭാഷയിൽ, അമ്മയുടെ ഉദരത്തിൽ പിന്നാഹാരമായി ഉരുവാകുന്നതിന് മുൻപ് എൻ്റെ കൂടം നിനക്ക് മറവായിരുന്നില്ല. അതിനു മുൻപ് എന്നെ വിശുദ്ധീകരിച്ച് വേർതിരിച്ച ഒരു ദൈവത്തിന്റെ കൃപയാണ് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ വിശ്വാസം എൻ്റെ ഉള്ളിലിടാൻ ദൈവത്തിന് പ്രസാദം തോന്നി. പ്രിയരെ, പ്രൈസ് ദി ലോർഡ്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? വിശദീകരിക്കാം. വേദപുസ്തക പഠനത്തിൽ ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി ജീവശ്വാസമൂതിയ ആദാം എന്ന ആദ്യ മനുഷ്യൻ, അവന്റെ അരികിൽ ദൈവം ഇറങ്ങി വന്നു. ആദാമേ, ദൈവശബ്ദം. ഏദൻ തോട്ടത്തിന്റെ താഴ്വരയിൽ, ഏദൻ തോട്ടം എന്ന വാക്കിന്റെ അർത്ഥം, ഏദൻ എന്ന വാക്കിന്റെ അർത്ഥം സമതലം, തോട്ടം, ആമേൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ആ സമതലത്ത് നീർച്ചാലുകൾ ഒഴുകുന്ന ആ സമതലങ്ങളിൽ ദൈവം ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്ന ആദമേ, ദൈവശബ്ദം. അവൻ തിരിച്ച് യഹോവയായ ദൈവം, കാലച്ച് കേൾക്കുന്ന ആദാം, അവനോട് സംഭാഷിക്കുന്ന ദൈവം. അവന് 2 മക്കൾ ജനിച്ചു, കായീനും ഹാബേലും. കായീൻ ആദ്യത്തെ ദുഷ്ടനാകുന്നു. ഹാബേൽ വിശുദ്ധന്മാരുടെ പട്ടികയിൽ ആദ്യത്തെ നീതിയാഗം കഴിച്ച് നീതിമാനായ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. എന്നാൽ കോപം കൊണ്ട കായീൻ അവനെ തല്ലിക്കൊല്ലുന്നു. അവൻ നീതിമാന്റെ രക്തം ദൈവത്തോട് നിലവിളിക്കുന്നു. നിലവിളിച്ചപ്പോൾ അടുത്തൊരു പുരുഷപ്രജയെ എനിക്ക് നൽകി എന്ന് പറഞ്ഞ് ആദാമും ഹവ്വയും ശേത്തിന് ജന്മം കൊടുക്കുന്നു. ശേത്ത് ദൈവവഴിയിലൂടെ പ്രയാണം ചെയ്യും. ശേത്ത് ദൈവ കുടുംബത്തിൽ വരുന്നു. ഏനോഷ് കായിനപ്പുറത്ത് കിടപ്പുണ്ട്. നോദ് ദേശത്ത് ചെന്ന് ഒരു പട്ടണം പണിയുന്നത് നിങ്ങൾക്കറിയാം. എന്ന് ഇങ്ങത്തലയ്ക്കൽ ശേത്ത് ദൈവവഴിയിൽ കൂടെ, ഏനോഷ് ദൈവവഴിയിൽ കൂടെ, കേനോൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ദൈവവഴിയിലൂടെ, മഹേലാൽ എന്ന് പറഞ്ഞവൻ ദൈവവഴിയിലൂടെ, യാരദ് എന്ന് പറയുന്നവൻ ദൈവവഴിയിലൂടെ, ആമേൻ ഹാനോക്ക് എന്ന് പറഞ്ഞവൻ ദൈവത്തിൻ്റെ 300 വർഷം അവനോടുകൂടെ നടക്കവേ, മെതുശലേക്ക് 960 വർഷം ജീവിക്കവേ, അവൻ്റെ മകനായി ലാമേക്ക് ജനിക്കുമ്പോൾ, അവൻ ദൈവവഴിയിലൂടെ നടക്കുമ്പോൾ അവനൊരു മകൻ ജനിച്ചു. അവൻ്റെ പേര് നോഹ. നോഹയ്ക്ക് 3 പുത്രന്മാർ ജനിച്ചു, ഹാം, ഷേം, ഹാം, യാഫേത്ത്. ഷേമിന്റെ വംശപാരമ്പര്യത്തിൽ അർപ്പഷാദിന്റെ
ഇസഹാക്കിന്റെ പാരമ്പര്യത്തിൽ തേരകിന്റെ പാരമ്പര്യത്തിൽ അബ്രഹാമിന്റെ പാരമ്പര്യത്തിൽ ഇസഹാക്ക്, യാക്കോബിന്റെ 12 മക്കളിൽ 2 പേർ യഹൂദയും യോസേഫും. യഹൂദ കുലത്തിൽ മോശ, യഹൂദ കുലത്തിൽ ജൂത പാരമ്പര്യങ്ങൾ. ഒരു ലേവ്യ കുടുംബത്തിൽ ജനിക്കുന്ന മോശ, ഈ മോശയ്ക്ക് ശേഷം യോശുവയ്ക്ക് ശേഷം ന്യായാധിപന്മാർക്ക് ശേഷം ശൗല്, ദാവീദ്, ശലോമോൻ, യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ, ഹോശിയാവ്, ആമോസ്, ഓബദ്യാവ്, യോന, മീഖ, നഗം, ഹബൂക്ക്, സെബന്യാവ്, സക്രിയാവ്, മലാഖി വരെയുള്ള പ്രവാചകന്മാർ തങ്ങളുടെ ചങ്കിൽ, അവരുടെ ശരീരത്ത് മാറോട് ചേർത്ത് വെച്ച് അതിവിശുദ്ധ വിശ്വാസം. അത് മക്കാബിയറിലൂടെ അത് മക്കാബിയർ എന്ന് പറയുമ്പോൾ നമുക്ക് അല്പം വശപ്പശക് തോന്നും. അപ്പോക്രിഫ പുസ്തകങ്ങളിലെ മക്കാബിയർ റിവോൾട്സില് ഉണ്ടാകുന്ന ഒരു പ്രശ്നം നിങ്ങൾക്ക് അവിടെ അവരുൾപ്പെടെ യോഹന്നാൻ സ്ഥാപകനിലൂടെ കർത്താവിലൂടെ 12 സ്ലീഹന്മാരിലൂടെ കൈമാറി വന്ന വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. മെൽബണിലെ വിശ്വാസ സമൂഹമേ, ദൈവം നിന്നെ അവിടെ ആക്കിയിരിക്കുന്നതും എൻ്റെ ശ്രോതാക്കളെ ദൈവം നിങ്ങളെ നട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നതും വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം. മോറിയ കുന്നിൽ അബ്രഹാം ആരെ വിളിച്ചുവോ അതേ ദൈവം. ചെങ്കടലിലെ തീരത്ത് ആരെ നോക്കി നിലവിളിച്ചുവോ അതേ ദൈവം. യോശുവ ആരെ നോക്കി ഇരുകരയും കവിയുന്ന യോർദാന്റെ അടുക്കൽ ആരുടെ മുൻപിൽ നിന്നുവോ അതേ ദൈവം. അവരുടെ ഹൃദയത്തിൽ വ്യാപരിച്ച അതേ വിശ്വാസം സാധുവായ എൻ്റെ ഉള്ളിലും ദൈവം തന്നല്ലോ. നിന്നെയും തേടി ആ വിശ്വാസം എത്തിയല്ലോ. വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. ഇത് എൻ്റെ പിതൃസ്വത്തല്ല, ഇത് സ്വർഗീയ സ്വത്താണ്. ഇതെൻ്റെ അപ്പൻ്റെ കൈമാറ്റമല്ല, ഇത് സ്വർഗീയ പിതാവ് ഞാൻ വിശ്വസ്തനെന്ന് എണ്ണി എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ ഈ തലമുറയിൽ, എൻ്റെ കൂട്ടുകാരുടെ നടുവിൽ, എൻ്റെ സഭാജനത്തിൻ്റെ നടുവിൽ, എൻ്റെ ചാർച്ചക്കാരുടെ നടുവിൽ വിശുദ്ധന്മാർക്കായി ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സഭ അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടട്ടെ. നിങ്ങൾ അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുവീൻ. ഇന്നലെയും മിനിഞ്ഞാന്നും കണ്ട ഏതോ ഒരു ഉപദേശിയുടെ വിശ്വാസമല്ല നമ്മളുടേത്. ഇന്നലെയോ ഇന്നോ കൈമാറിയ ഇടിവെട്ടത്ത് ഇടിയുടെ ശബ്ദത്തിൽ പൊട്ടിമുളച്ച ഒരു കൂണിൻ്റെ ആന്തരിക വിശ്വാസമല്ല ഇന്നു പകൽ നമ്മുടേത്. സ്വോത്രം. ലോക സ്ഥാപനത്തിന് മുൻപ് എന്നെ തെരഞ്ഞെടുത്ത് എന്നെ ഈ നാട്ടിൽ കൊണ്ടുവന്ന് വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം എൻ്റെ മേൽ ഇട്ടിരിക്കുന്ന മഹാദൈവം. അതുകൊണ്ട് ഇന്ന് പകൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് പ്രവർത്തികളും കാരണമല്ല. നിന്നെ തേടി വന്ന ദൈവകൃപ അറിഞ്ഞുകൊള്ളുക. ഇത് നിന്റെ സ്വത്തല്ല. നിന്നെ വിശ്വസ്തനെന്ന് എണ്ണിയിട്ടേ ഉള്ളൂ. നീ വിശ്വസ്തനല്ല. ഞാൻ വിശ്വസ്തനല്ല, പക്ഷേ എന്നെ എണ്ണുന്നു. ഞാൻ വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് ഈ അതിവിശുദ്ധ വിശ്വാസം എൻ്റെ മേൽ, നിങ്ങളുടെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. എത്ര പേർ ഇതിനു വേണ്ടി പോരാടും? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തലമുറകൾ ചുമക്കട്ടെ. നിങ്ങളുടെ തലമുറകൾ പറയട്ടെ, എൻ്റെ അപ്പനും അമ്മയും ചുമന്നത് അതിവിശുദ്ധ വിശ്വാസമായിരുന്നു. അത് ഞാൻ ചുമക്കുന്നു എന്ന സന്തോഷത്തോടെ നമുക്ക് ചുമപ്പാൻ ഇടവരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. വിശ്വാസത്തിന് വേണ്ടി നല്ല പൊറുപ്പൊരുതാം. വിശുദ്ധന്മാർക്കായി ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടുവീൻ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്കിങ്ങനെ വേദി ഒരുക്കിയ സമയം അനുവദിച്ച മെൽബണിലെ എബനേസർ ക്രിസ്ത്യൻ അസംബ്ലിയിലെ എല്ലാ ദൈവജനത്തോടും എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിച്ചാട്ട്. അടിമാലിയിലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹമായി പോകുന്നു. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ച് എൻ്റെ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.
എന്നും പുലർത്തും എന്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും എന്നും പുലർത്തും എന്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ഭവിക്കയില്ല, ബാധയോ എന്നെ തൊടുകയില്ല. പാതകൾ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. അനർത്ഥങ്ങൾ ഭവിക്കയില്ല, ബാധയോ എന്നെ തൊടുകയില്ല. പാതകൾ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. പകലിൽ പറക്കും വസ്ത്രത്തെയും ഇരുളതിലെ മഹാമാരി സംഹാരത്തെ ഞാൻ പേടിക്കയില്ല. രാത്രിയിലെ ഭയത്തെയും പകലിൽ പറക്കും വസ്ത്രത്തെയും ഇരുളതിലെ മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിക്കയില്ല. ആശ്രയിപ്പാൻ
സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ വരുമ്പോൾ യാത്ര ചെയ്യും പ്രത്യാശയോടെ. എന്നെ കരുതും, എന്നും പുലർത്തും എന്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളും കൈവിടാതെ തന്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ആശ്രയിക്കാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ വരുമ്പോൾ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിക്കാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ വരുമ്പോൾ യാത്ര ചെയ്യും പ്രത്യാശയോടെ. യാത്ര ചെയ്യും പ്രത്യാശയോടെ. അനുഗ്രഹിക്കപ്പെട്ട ഗാനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മളോട് സംസാരിച്ച കർത്തൃദാസൻ പാസ്റ്റർ വിനോദ് വിയസിനുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം നമുക്ക് പകർന്നു തന്ന വചനത്തിൻ്റെ ആഴം അത് നമ്മളിൽ ഇരിക്കേണ്ടതിന്, അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ നമ്മളെ പ്രബോധിപ്പിച്ച ആ വചനം നമ്മുടെ ഉള്ളിൽ എന്നും ഇരുന്ന് ക്രിയ ചെയ്യേണ്ടതിന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ കേൾക്കുന്ന വചനമൊക്കെയും അത് കേട്ടുകൊണ്ട് നമ്മളെ തന്നെ ചതിക്കുന്നവരായിരിക്കുവാനല്ല, അത് കേട്ട് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന വചനമൊക്കെയും അത് നമ്മളിൽ ക്രിയ ചെയ്ത് അത് നമ്മുടെ പ്രവൃത്തിയിലെത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതിന് കർത്തൃദാസൻ A.T. ജോസഫ് പാസ്റ്ററെ ക്ഷണിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ സഭയായി ദൈവ അവസരങ്ങൾ നൽകിയല്ലോ. നിങ്ങളെല്ലാവരും എനിക്ക് വിലപ്പെട്ടവരാണ്. ക്ഷമത്തോടും സന്തോഷത്തോടും കൂടെ നിങ്ങളായിരിക്കുന്നു എന്ന് ഞാൻ കർത്താവിൽ കരുതുന്നു. ഞങ്ങൾ കുടുംബമായി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിംഗ് നമുക്കിവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. നമ്മുടെ ശിരസ്സുകളെ വണക്കാം, നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഇന്ന് പകലും ഞങ്ങൾക്ക് വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവിനെ ആരാധിക്കുവാൻ ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ ദൈവം സഹായിച്ചതുകൊണ്ട് സ്തോത്രം. കർത്താവെ, ഇതിൽ സംബന്ധിക്കുവാൻ കഴിയാതെ ജോലി തിരക്കുകളിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. പിന്നീടുള്ള അവസരത്തിൽ ഇത് ശ്രവിക്കുകയും കാണുകയും ചെയ്യുന്നവരുണ്ട്. കർത്താവെ, അവിടുത്തെ കരം നീട്ടിയവരെയൊക്കെയും അവിടുന്ന് ആശീർവദിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രത്യേക വൈറസിൻ്റെ വ്യാപന സമയങ്ങളിൽ ലോകരാജ്യങ്ങളിൽ ഭയവിഹ്വലരായിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഇത് പൂർണ്ണമായിട്ടും മാറി കർത്താവെ, ഞങ്ങൾക്കൊന്നിച്ച് ദൈവത്തെ മുഖാമുഖമായി കണ്ടാരാധിക്കുവാൻ സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇത് അന്ത്യകാലത്തെ വിളിച്ചറിയിക്കുമ്പോൾ കർത്താവിൻ്റെ വരവേറ്റവും അടുക്കലായിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹത്തോടും ഐക്യതയോടും വിശുദ്ധിയോടും കൂടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, മനുഷ്യൻ്റെ കഴിവോ മനുഷ്യൻ്റെ ബുദ്ധിയോ മനുഷ്യൻ്റെ ധനമോ ഒന്നും യാതൊന്നിനും പര്യാപ്തമല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊറോണ കാലത്ത് അചഞ്ചലനായ ദൈവത്തിൽ വിശ്വസിക്കുവാൻ, സർവശക്തനായ കർത്താവിൽ ആശ്രയിക്കുവാൻ ഓരോരുത്തരെ സഹായിക്കണമേ. ഇന്ന് പകൽ കർത്തദാസന്മാരുടെ അനുഗ്രഹിക്കപ്പെട്ട ആലോചന കേൾപ്പിച്ചല്ലോ. നീ അവരെ കൂടുതലായിട്ട് കരങ്ങൾ ഉപയോഗിക്കണമേ കർത്താവെ. ഗാനശുശ്രൂഷ നിർവഹിപ്പാൻ നിന്റെ ദാസ്യമാരെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ലീഡിയവൻ കർത്തദാസനെ സഹായിച്ചല്ലോ.
സഭയാം കുടുംബങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ജോലിക്ക് കടന്നു പോകുന്നവരുണ്ട്, വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ, കർത്താവെ, ആരോഗ്യരംഗങ്ങളിൽ ഹോസ്പിറ്റലിൽ അത് ജോലി ചെയ്യുന്നവർ, പഠിക്കുന്ന വിദ്യാർത്ഥികൾ, നാട്ടിലായിരിക്കുന്ന മാതാപിതാക്കന്മാർ, പലവിധമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. ആരെങ്കിലും ജോലിയില്ലാതെ ഭാരപ്പെടുന്നുവെങ്കിൽ ഈ ഒരാഴ്ച, ഈ ദിവസങ്ങളിൽ പുതിയ വഴികൾ നീ അവർക്കായി തുറക്കണമേ. ആരെങ്കിലും രോഗികളായിരിക്കുന്നുവെങ്കിൽ കർത്താവിനെ സൗഖ്യമാക്കണമേ. ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുവെങ്കിൽ അങ്ങയുടെ വചനമയച്ചവരെ വിടുവിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ശമനദല ഹന്തരാദനഗസ്യ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. നിന്റെ ജനത്തെ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ വാഹനങ്ങളെ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവർ പാർക്കുന്ന ഭവനങ്ങളെ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ നന്മകളെ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലും അനുഗ്രഹമാക്കണം. എല്ലാ മഹത്വവും പുകഴ്ചയും ബഹുമാനവും അങ്ങേക്ക് മാത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു. കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് ഈ പകൽ നമ്മെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നിത്യനായ പിതാവിൻ്റെയും നിത്യനിയമത്തിന്റെ മധ്യസ്ഥനും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെയും നിത്യം നമ്മെ പരിപാലിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെയും സ്നേഹവും കൃപയും സമാധാനവും നാം ഏവരോടും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇപ്പോഴും എന്നേക്കും കർത്താവിൻ്റെ മടങ്ങി വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ പകൽ നമുക്ക് ജയം തന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.